പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരോടും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു കലാത്തിയ. ഈ ഫുൾ പോട്ടില്ലാതെയാണ് നമ്മൾ അയക്കുന്നത്. കുറേ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പോട്ട് ഉൾപ്പെടെ നമുക്ക് അയക്കാൻ പാടാണ്. ഇത് മാത്രം മതിയെങ്കിൽ പോട്ട് വെച്ച് നമുക്ക് അയക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 290. ഏതൊരു ചെടിയും ഒറ്റയായിട്ട് നിൽക്കുന്നതിനേക്കാളും ഭംഗിയാണ് കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാനായിട്ട്. കലാത്തിയും അഗ്ലോണിമ പോലെയുള്ളതൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട. ആ കളറൊക്കെ ഇങ്ങനെ എടുത്ത് നിന്നിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 290. ഇനിയുള്ളത് ഈ ഒരു കലാത്തിയ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 rupees. പിന്നെയുള്ളത് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ്. ഇതിൻ്റെ പ്രൈസ് 60 rupees. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യെല്ലോ കാണിച്ചിട്ടുണ്ടായിരുന്നു. യെല്ലോ ഓർഡറായി കഴിഞ്ഞ്. നമ്മൾ പറയട്ടെ ഒരു കാര്യം കൂടി. ഇപ്പം നമുക്ക് ക്രിസ്മസ് ഈ വരുന്ന മൺഡേ ഒന്നും നമ്മളിനി പ്ലാൻസ് അയക്കത്തില്ല കേട്ടോ. കാര്യം DTDC ഒക്കെ അവധിയാണ്. അപ്പം നമ്മുടെ പ്ലാൻസൊക്കെ വല്ലയിടത്തുമൊക്കെ പോയി കിടക്കും. നമുക്ക് സമയത്ത് കിട്ടത്തില്ല. അപ്പം ക്രിസ്മസ് കഴിഞ്ഞ് പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നത്തെ മൺഡേ എനിക്കറിയത്തില്ല. 1-ാം തീയതി DTDC അവധിയാണോ എന്ന് ഇനി ചോദിച്ച് നോക്കണം. അവധി അല്ലെങ്കിൽ നമ്മൾ മൺഡേ മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അയച്ചു തുടങ്ങുവാണ്. അപ്പോൾ ഓർഡർ തന്നവരെല്ലാം കേൾക്കാൻ പറയുകയാണ്. ഞാൻ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുവാണേ, നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ആ മൺഡേ മുതലാണ് പ്ലാൻസ് അയച്ചു തുടങ്ങുന്നത്. ഇതും ഒരു ഫിലോഡൻ്റെ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 270. നല്ല ഹെൽത്തി ആൻഡ് ബിഗ് സൈസാണ്. 270. പിന്നെയുള്ളത് ഫിലോഡൻ ബിർക്കിൻ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190. നല്ല വലിയ സൈസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇത് വെയിറ്റ് കൊണ്ട് ചാഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ. അതായത് വേറെ വലിയ പോട്ടിലോട്ട് മാറ്റാനുള്ള ടൈമായി. അത് ചെറിയ പോട്ടി ഇരിക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ കറക്റ്റ് കുറച്ചുകൂടിയൊക്കെ ആഴത്തിൽ പോകാനുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതിങ്ങനെ കുഴഞ്ഞ് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് സൂപ്പർ വൈറ്റ്. സൂപ്പറാണ്. 260. ഇത് CC പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് ഇത് ഒരുപാട് തൈകളുണ്ട് കേട്ടോ ഇതിൽ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190. 1 2 3 4 അങ്ങനെ കുറച്ച് തൈയുണ്ട്. ഇതെന്ന് പറയുന്നത് അഗ്ലോണിമ ബട്ടർഫ്ലൈ. നമ്മളിത് 1 മാസത്തിന് മുന്നേ ഉള്ള വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് വേണ്ടുന്നൊരു പ്ലാന്റ് ആയിരുന്നു അഗ്ലോണിമ ബട്ടർഫ്ലൈ. അന്ന് ചോദിച്ച് കിട്ടാത്തവർ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇടണേ, അയച്ചു തരാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 80 rupees. ജിഫി പ്ലാന്റ് ആണേ. അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റാണ്. ഇത് അഗ്ലോണിമ ഐസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 rupees. ജിഫിയിലെ തൈയാണ്. ഇത് 60 rupees. ഗ്രീൻ അഗ്ലോണിമ. ഇത് പിന്നെയുള്ളത് 20 rupees അഗ്ലോണിമ. ഇത് കോമൺ ആണ്. എല്ലാവരുടെയും കയ്യിൽ കാണും. ഇല്ലാത്തവർ അപൂർവമായിരിക്കും. എങ്കിലും ഇല്ലാത്തവർക്ക് വാങ്ങിക്കാം. 20 rupees. ഇത് നാരോ ലീഫിൻ്റെ ഒരു അഗ്ലോണിമ. ഇതിൻ്റെ പ്രൈസ് 40 rupees. 60 rupees നമ്മൾ നേരത്തെ കാണിച്ചു. പിന്നെയുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു കലാത്തിയാണ്. ഡാർക്ക് ഗ്രീനും മറുവശം പർപ്പിൾ കളറും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 rupees. ഇത് പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. അപ്പം തീർന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നീട് മെസ്സേജ് വരുമ്പോഴത്തേക്ക് ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ കമൻറ്റ് വരും, നിങ്ങളുടെ കയ്യിൽ ഏത് പ്ലാൻസ് ചോദിച്ചാലും ഇല്ല എന്നാണ്. എന്ത് ചെയ്യാനാ? വീട്ടിൽ പ്ലാൻസ് അല്ലേ, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ ആയി വരണ്ടേ, അതാണ് 20 rupees. അത് ചെറിയ സൈസാണ്, വലിയ സൈസല്ല, ചെറുതാണ്. പിന്നെയുള്ളത് അലോക്കേഷ്യ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 240. കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെ ഇരിക്കും അല്ലേ. ഇതെന്ന് പറയുന്നത് റബ്ബർ പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് 190. വലിയ കുഴപ്പമില്ലാത്തൊരു സൈസാണ് കേട്ടോ ഇത്. പിന്നെയുള്ളത് ഈ ഒരു സക്കുലൻറ്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 220. പിന്നെയുള്ളത് ഒരു റെഡ് വെറൈറ്റി അഗ്ലോണിമയാണ്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 280. നല്ല വലിയ ലീഫാണ്. ഇത് ബിഗോണിയ. ഇതിൻ്റെ പ്രൈസ് 30 rupees. ഇത് ഡിഫറെൻറ്റ് ബാച്ചിയ. ഇതിൻ്റെ പ്രൈസും 30 rupees. ഇതെന്ന് പറയുന്നത് ഒരു ഫിലോഡൻ്റെ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250. നല്ല ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീനും ഡിസൈൻ വരുന്ന ലീഫുള്ള നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. നല്ല പ്ലാന്റാണ്. ക്യാമറ പോകുന്നുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇപ്പം തന്നെ ചെയ്യും, പിന്നെ മറന്നുപോകും. ഇതെന്ന് പറയുന്നത് പൂച്ചവാലൻ, ക്യാറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഫ്ലവർ. ഹാങ് ചെയ്തിട്ട് നിർത്താൻ നല്ലതാണ് കേട്ടോ. പൂക്കൾ പിടിച്ച് അതൊരു പ്രത്യേക ഭംഗിയാണ്. പൂച്ചയുടെ വാല് മാതിരി ഇരിക്കുന്നതുകൊണ്ടാണ് ക്യാറ്റ് സ്റ്റൈൽ. ഇതിൻ്റെ പ്രൈസ് 50 റുപ്പീസ്. പിന്നെ ഉള്ളത് ഇതൊരു ഡിഫൻ ബാച്ചിയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 റുപ്പീസ്. ഇത് അധികം ഇല്ല കേട്ടോ നമ്മുടെ കയ്യിൽ. 60 റുപ്പീസ്. ഇത് ഒരു കലാത്യ, ഇതിൻ്റെ പ്രൈസ് 50 റുപ്പീസ്. പിന്നെ ഉള്ളത് ബ്ലഡ് ലീഫ്, ഇതിൻ്റെ പ്രൈസ് 10 റുപ്പീസ്. ഇതൊരു അഗ്ലോണിമ, ഇതിൻ്റെ പ്രൈസ് 40 റുപ്പീസ്. ഇത് പിങ്ക് അഗ്ലോണിമ, ഇത് ചെറിയ പ്ലാന്റ് ആണ്, അതിൻ്റെയും പ്രൈസ് 40 റുപ്പീസ്. ഇത് കലേഡിയം 10 റുപ്പീസ്. പിന്നെ ഉള്ളത് മഞ്ജുള പോത്തോസ് 20 റുപ്പീസ്. ഇതൊരു ലീഫി പ്ലാന്റ്, ഇതിൻ്റെ പ്രൈസ് 50 റുപ്പീസ്. പേരറിയത്തില്ല കേട്ടോ. ഇത് കാർഡിനൽ, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190. ഇത് നല്ല ലൈറ്റ് ഗ്രീന് ഡാർക്ക് ഗ്രീന് ചേർന്ന് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല വെള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഇപ്പോൾ വീടിൻ്റെ വാതിലായാലും ഓഫീസിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഒരുപോലത്തെ പോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും അല്ലേ. പിന്നെ ഇതെന്ന് പറയുന്നത് ഫേൺ, നെസ്റ്റ് ഫേൺ, ഇതിൻ്റെ പ്രൈസ് 220. ഇതൊന്നും വലിയ കെയറിങ് വേണ്ട കേട്ടോ. നേരത്തെ കാണിച്ച കാർഡിനലൊന്നും കെയറിങ് വേണ്ടാത്ത പ്ലാന്റാണ്. പിന്നെ ഈർപ്പം നിലനിർത്തി കൊടുത്താൽ മതി. ഈ ഫേണിനൊക്കെ ഈർപ്പം വേണം. പിന്നെയെന്ന് പറയുന്നത് ഇത് ആന്തൂറിയം, മിനിയേച്ചർ ആന്തൂറിയം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു തൈക്ക് 170 ആണ്. ഇത് നല്ല ചോക്ലേറ്റ് കളറാണ്. പൂവോട് കൂടിയുള്ളതായിരിക്കും നമ്മൾ അയക്കുന്നത്. പിന്നെ പൂവ് എന്തായാലും ഇപ്പം നിൽപ്പുണ്ട്, അയക്കുന്ന ടൈമിൽ പൂ കാണുമോ എന്ന്. പൂവ് നിൽക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ലക്ഷണമില്ല കേട്ടോ, കുറച്ച് നാളും കൂടി നിൽക്കുക. അതുകൊണ്ട് അയക്കുന്ന ടൈമിൽ എന്തായാലും അതോടുകൂടി അയക്കാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 170. പിന്നെ അടുത്തത് റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ്, ഇതിൻ്റെ പ്രൈസ് 250. ഒരുപാട് പേര് നമ്മുടെ നിന്ന് വാങ്ങിച്ച പ്ലാന്റാണ് കേട്ടോ. ഇതും ഇതിൻ്റെ നോർമലും ഉണ്ട്. നോർമൽ അതും 250 തന്നെയായിരുന്നു. എനിക്ക് തോന്നി ഇതിനേക്കാളും നോർമലായിട്ടുള്ളതാണ് കൂടുതൽ വാങ്ങിച്ചതെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇത് ഒരുപാട് നമുക്ക് വിറ്റ് പോയൊരു പ്ലാന്റ് ആയിരുന്നു. 250 ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നോർമലായിട്ടുള്ള ആ പ്ലാന്റിൻ്റെ വീഡിയോ ഞാൻ ശരിക്കും എടുത്തതായിരുന്നു കേട്ടോ. പക്ഷേ ഈ വോയിസ് കൊടുക്കാൻ നേരം ഞാൻ ഈ വീഡിയോ എടുത്തിട്ടപ്പോഴാണ് മനസ്സിലായത് അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൻ്റെ കാലിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ശരിക്കും എടുത്തില്ല, പോയി നമ്മുടെ കയ്യിൽ. അപ്പം ഈ കാണുന്ന കലാത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 250 ആണ്. പിന്നെ ഇത് 1 ഷൂട്ടിന് 100 റുപ്പീസാണ്. പിന്നെ അടുത്തത് പിങ്ക് പ്രിൻസസ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 240. പിങ്ക് പ്രിൻസസ്. ഇത് വൈറ്റ് പ്രിൻസസ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 275. കലാത്യ, ഇതിൻ്റെ പ്രൈസ് 250. ഒന്നിൽ കൂടുതൽ ഷൂട്ടുണ്ട് കേട്ടോ. 250. അടുത്തതും ഒരു കലാത്യ, ഇതിൻ്റെ പ്രൈസ് 260. എനിക്കൊന്ന് 3 ഷൂട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിൽ. 260. അടുത്തത് ബ്ലാക്ക് കാർഡിനൽ, നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 240. ബ്ലാക്ക് കാർഡിനൽ. ഇത് എനിക്ക് ആദ്യം ബ്ലാക്ക് പ്രിൻസസ് പോലെ തോന്നുമായിരുന്നു കേട്ടോ ഇത്, പക്ഷേ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ലീഫിന് കുറച്ചുകൂടി വീതിയുണ്ട്. ബ്ലാക്ക് പ്രിൻസസിന് അത്രയും വീതിയില്ല, നാരോയാണ്. ഇതൊരു അഗ്ലോണിമ വെറൈറ്റി, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 280. ഇതിൽ ഒരു തൈ വന്നു തുടങ്ങി കേട്ടോ. ഇത് പീസ് ലില്ലി, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു തൈ 125, 125 രൂപ. പിന്നെയുള്ളത് ഈ ഒരു ഫിലോഡൻഡ്രൻ വെറൈറ്റി, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190. ഇത് ബ്ലാക്ക് പ്രിൻസസ്, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 275. ഇത് ക്രീപ്പിംഗ് ചാർലി ഹാങ്ങിങ് പ്ലാന്റ്, ഇതിൻ്റെ പ്രൈസ് 5 റുപ്പീസ്. ഹാങ്ങിങ് മെൽസ്റ്റോമ 10 റുപ്പീസ്. ഇത് വാട്ടർ പോപ്പി, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഫിലോഡെൻഡ്രൻ 10 റുപ്പീസ്. നമുക്ക് കേരളത്തിനകത്ത് CC 70 റുപ്പീസാണ് സ്റ്റാർട്ടിംഗ് ആണ്, പിന്നെ റേറ്റ് കൂടും വെയിറ്റ് അനുസരിച്ച്. ഇത്
ശ്രീലങ്കൻ മുല്ല 65 റുപ്പീസ്. ഇത് പെഡിലാന്തസ് വെരിഗേറ്റഡ് 10 റുപ്പീസ്. ഇതൊരു ടൈപ്പ് ഗ്രാസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 റുപ്പീസ്. ഇത് SP കൊളംബിയ 60 റുപ്പീസ്. പിന്നെ 130 ഉണ്ട് കേട്ടോ, വലിയ പ്ലാന്റ്. പിന്നെ കുറച്ച് ക്രോട്ടൺ പ്ലാന്റ്സ്. ഇതെല്ലാം 25 റുപ്പീസാണ്. ഇതെല്ലാം ഈ കാണിക്കുന്നതെല്ലാം 25 റുപ്പീസാണ്. നമ്മൾ മെസ്സേജ് ഇടുമ്പോഴേ പ്ലാൻസ് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുമ്പോഴത്തേക്ക് ഈ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ചിലപ്പം കുറച്ച് ലേറ്റ് ആവും റിപ്ലൈ തരാനായിട്ട്, എങ്കിലും റിപ്ലൈ തരും. അപ്പം റിപ്ലൈ തരാൻ ലേറ്റ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അയ്യോ പ്ലാൻസ് ലേറ്റ് ആവുന്നതനുസരിച്ച് പ്ലാൻസ് കിട്ടത്തില്ല എന്നുള്ളൊരു ഇത് വരും. അങ്ങനെ ചിന്തിക്കേണ്ട, പ്ലാൻസ് കിട്ടും. നമ്മുടെ വീട്ടിൽ ചിലപ്പം തീരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൂടുതൽ മെസ്സേജ് ഇടാതിരുന്ന് കഴിഞ്ഞാൽ മെസ്സേജ് മുകളിൽ പോയി കിടക്കാതിരിക്കും. അപ്പം നമ്മൾ താഴെ തൊട്ടല്ലേ നോക്കി വരുന്നത്. അപ്പം അല്ലെങ്കിൽ പിന്നെ മുകളിൽ പോയി കിടക്കുമ്പോൾ പിന്നെയും ലേറ്റായി പോകും കേട്ടോ. ഇതൊരു ഫിലോഡൻഡ്രൻ വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 230. ഗ്രീൻ പർപ്പിൾ കളറും ഒക്കെ ചേർന്നത് 230. പിന്നെയുള്ളത് ആമ്പലാണേ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. യുഫോർബിയ ഉണ്ട് 20 റുപ്പീസ്. പോണി 30 റുപ്പീസ്. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പ്രൈസ് 190. ഇതിൻ്റെ പ്രൈസ് 70 റുപ്പീസ്. ഇതും ജിഫിയിൽ തന്നെയാണ്, നല്ല വലിയ പ്ലാന്റാണ്. പിന്നെയുള്ളതും ജിഫി പ്ലാന്റിൽ അഗ്ലോണിമയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. നേരത്തെ കാണിച്ചത് 70. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെയിലിനുള്ള പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കമൻറ്റ് ഇടണം. കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് പുതിയ കസ്റ്റമേഴ്സിന് പേടിയില്ലാതെ നമ്മുടെ അടുത്ത് വന്ന് പ്ലാൻസ് വാങ്ങിക്കാനായിട്ട് അത് സഹായിക്കും. എല്ലാവർക്കും പേടിയാണ്, അത് സേഫായിട്ട് കിട്ടുമോ, അത് നമ്മൾ എങ്ങനെയാണ് ഉടായിപ്പിൻ്റെ ഉസ്താദാണോ, ചുമ്മാ അങ്ങനെയൊന്നും വിചാരിച്ച് കാണത്തില്ലായിരിക്കും, ആർക്കറിയാം. അപ്പം അങ്ങനെയൊക്കെ പേടി കാണും. അപ്പോൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ നല്ലതാണ്. അത് വായിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അവർക്ക് പേടിയില്ലാതെ വന്ന് വാങ്ങിക്കാൻ പറ്റും പ്ലാൻസ്. പിന്നെന്തുവാ, അങ്ങനെ പിന്നെ ക്രിസ്മസാണ്. എല്ലാവർക്കും, എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഹാപ്പി ക്രിസ്മസ്. പിന്നൊരു കാര്യം കൂടി, നമ്മൾ അടുത്ത മാസം മുതൽ, അല്ലെങ്കിൽ വേണ്ട, അത് അടുത്ത വീഡിയോയിൽ പറയാം അല്ലേ, സസ്പെൻസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ബൈ.